Welcome to yet another writing live presented by Tiju's Academy with me Rajisha Ravindran. Okay, so what I am with today is continuous ആയിട്ട് ഒരുപാട് ചോദിച്ച ഒരു ലെറ്ററാണ്. നമ്മൾ ആഫ്റ്റർ ഒരു 2-3 വീക്സിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ എന്താണ് ഒരു ലെറ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനുള്ള ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് അതിൻ്റെ പർപ്പസ് എങ്ങനെ എഴുതണം, പോയിൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ലെറ്ററിൻ്റെ ലാംഗ്വേജ് എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനാണ് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു സഹായം ആകട്ടെ അല്ലേ, എന്നാൽ നമുക്ക് പഠിക്കാം. ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിന് ലെറ്റർ എഴുതാം. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്. സോ ഇഫ് വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, എന്തിനാണ് പുള്ളി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? എപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്ത് കാര്യം ചെയ്തു കൊടുക്കണമെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് ആ ലെറ്ററിന് കറക്റ്റായിട്ട് പർപ്പസ് എഴുതാൻ പറ്റത്തില്ല, ഏതാണ് റെലവൻറ്റ് പോയിൻ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റുകയില്ല. ഇപ്പോൾ ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, പാരാമെഡിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണൽ തന്നെയാണ്. അപ്പോൾ അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകണമെന്ന് ഇല്ല. അപ്പം ലെറ്ററിൻ്റെ രജിസ്റ്റർ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനുള്ള ലെറ്റർ എഴുതി പോകേണ്ടത്. ഇനി സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, അതായത് അദ്ദേഹം എന്താണ് പേഷ്യൻറ്റിന് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, പേഷ്യൻറ്റിൻ്റെ ഡെയിലി ADLനെ അസസ് ചെയ്യുകയാണ്. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിന് പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ, പിന്നെ അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് പേഷ്യൻ്റെ പ്രശ്നങ്ങൾ, എന്തിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷമോ പേഷ്യൻറ്റിന് ADLൽ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ജോബിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ അസസ്മെൻറ്റും അസിസ്റ്റൻസും. ഇനി എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വീട്ടിൽ നടത്തണമെന്ന് വെച്ചോ, അത് നടത്തേണ്ട ആൾക്കാരാണ്, അതിൻ്റെ അസസ്മെൻറ്റും ചെയ്യുന്നവരാണ് ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ളൊരു പേഷ്യൻറ്റിന്, ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നതാണ് അവർക്ക് ഒരുപാട് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇനിയും ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇപ്പം ബെഡ് റെയിൽസ് വേണം, അല്ലെങ്കിൽ ഹാൻഡ് റെയിൽസ് വേണം, ടോയ്ലറ്റ് റൈസർ വേണം, നടക്കാനായിട്ട് ക്രച്ചസ് വേണം, അല്ലെങ്കിൽ എന്തോ വേണം, വീൽ ചെയർ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇനിയും ഈ അദ്ദേഹത്തിൻ്റെ ADL മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അപ്പോൾ ഓബ്വിയസ്ലി അദ്ദേഹത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി ഡ്രൈവിങ് എത്ര നാളത്തേക്ക് ചെയ്യരുത്, അതിൻ്റെ അസസ്മെൻറ്റ് എത്ര നാളത്തേക്ക്, അല്ലെങ്കിൽ അതിന് ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ട്, അത്തരം കാര്യങ്ങളാണ് ആര് ചെയ്യേണ്ടത്, ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിൻ്റെ ഒരു ലെറ്റർ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ADLും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും ജോബ് റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ കണ്ടുപിടിച്ച് അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, റെലവൻറ്റ് പോയിൻ്റ് ആക്കി ലെറ്റർ എഴുതിക്കൊണ്ട് പോകേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു കേസ് നോട്ട് ഡിസ്കസ് ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് സീ ദ കേസ് നോട്ട് വെയർ വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. ഓക്കെ, യെസ്, അപ്പോൾ റൈറ്റിംഗ് ടാസ്ക് ഒന്ന് വായിച്ചോളൂ. Using the information given in the case note, write a letter to the occupational therapist at Old Meadows Extended Care Center, 13 River Street, Old Meadows, where Mr. Spencer is to be discharged, ശ്രദ്ധിക്കേണ്ടതാണ്, detailing his treatment date and other information the therapist may need. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്,
ഓൾഡ് മെഡോ എക്സ്റ്റെൻഡഡ് കെയറിലോട്ടാണ് പേഷ്യൻറ്റിനെ വിടുന്നത്. അപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ ആയിരിക്കും, വീട്ടിലോട്ടല്ല എന്തായാലും പേഷ്യൻറ്റ് പോകുന്നത്. ഇനി നോൺ കേസ് ആണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്, അഡ്രസ്സ് കമ്പയർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ വരെ നമുക്കറിയാവുന്നത് പേഷ്യൻറ്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് ടു എക്സ്റ്റെൻഡഡ് കെയർ സെൻറ്റർ, 13 റിവർ സ്ട്രീറ്റ്, ഓൾഡ് മെഡോസ്. അഡ്രസ്സ് ക്ലിയർ ആണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് വിടുവാണ്. ഈസ് ടു ബി ഡിസ്ചാർജ് ആയോ ഇല്ല, ഈസ് ടു ബി ഡിസ്ചാർജ്ഡ് ആണ്, ഡിസ്ചാർജ് ആകുന്നു. അപ്പം അവിടെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ടു ഡേറ്റ്, ഇന്ന് വരെയുള്ള ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ടു ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയും ഇനി അതർ ഇൻഫർമേഷൻ, ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഈ നമ്മുടെ തെറാപ്പിസ്റ്റ് അറിഞ്ഞിരിക്കണോ അത്തരം കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ടു ഡേറ്റ്, എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത്. ഓക്കെ, assume that today's date is 10 February 2019. അപ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട് 10 February 2019 ആണ്. You are a registered nurse working on an orthopedic ward in an acute hospital. The following client who was admitted 5 weeks ago. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റായിട്ട് 5 വീക്സ് 5 ആഴ്ച മുമ്പ് അഡ്മിറ്റായ പേഷ്യൻ്റാണ്. ഈസ് ഡ്യൂ ടു ബി ഡിസ്ചാർജ് ടു എ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ടുമോറോ. അപ്പം നാളെയാണ് പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ട് മാറ്റുന്നത്. ഇന്ന് 10 ഫെബ്രുവരിയാണ്, ടുഡേയ്സ് ഡേറ്റ് ആണ്, ആ ഡേറ്റിന് മാറ്റമില്ല. എന്നാൽ പേഷ്യൻ്റെ ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് 11 February 2019 ആണ്. നാളെ പേഷ്യൻറ്റിനെ എങ്ങോട്ട് മാറ്റുന്നു? റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ നമ്മൾ കണ്ട സ്ഥലം എന്താണ്, ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ 5 ആഴ്ചയായിട്ട് അഡ്മിറ്റായ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്: നെയിം ജാക്ക് സ്പെൻസർ, മിസ്റ്റർ എന്ന് തന്നിട്ടുണ്ട്, മെയിൽ പേഷ്യൻ്റ് ആണ്. സോ റെഫറൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ജാക്ക് സ്പെൻസർ എന്ന് എഴുതുന്നു. ബോഡി പാരഗ്രാഫിൽ മിസ്റ്റർ സ്പെൻസർ എന്നും എഴുതുന്നു. DOB തന്നിട്ടുണ്ട് 10 October 1951 ആണ്. സോ ദ റെഫറൻസ് ലൈൻ ഗോസ് ലൈക്ക് RE: മിസ്റ്റർ ജാക്ക് സ്പെൻസർ, 1 finger ഗ്യാപ്പ്, DOB 10 October 1951 എന്നാണ്. അഡ്രസ്സ് 234 ഹൈ സ്ട്രീറ്റ്, ഓൾഡ് മെഡോസ്. ഓൾഡ് മെഡോസിൽ തന്നെയാണ്, പക്ഷേ നമ്മൾ കണ്ട സ്ഥാപനത്തിൻ്റെ പേരൊന്നുമല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ നോൺ കേസ് ലെറ്റർ ആസ് വെൽ, ഇറ്റ് ഈസ് എൻ അൺനോൺ കേസ് ലെറ്റർ. ഇനി മെഡിക്കൽ പ്രസൻറ്റേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 5 മാസം മുമ്പ് പേഷ്യൻ്റ് വന്ന കംപ്ലൈൻറ്റ് പ്രസൻറ്റഡ് വിത്ത്, അല്ലേ, പ്രസൻറ്റഡ് അറ്റ് കാഷ്വാലിറ്റി വിത്ത് നെയ്ബർ 5 weeks ago. Admitted to hospital with a left fractured humerus and olecranon process. അപ്പോൾ അവിടെ രണ്ടിടത്തും എന്തായിരുന്നു? ഒരു ഫ്രാക്ചർ, ലെഫ്റ്റ് ഹ്യൂമറസ് ഫ്രാക്ചർ വിത്ത് olecranon ഏരിയ ഉണ്ടല്ലോ, ടിപ്പ് ഓഫ് ദ അൾന, അല്ലേ, അവിടെയാണ് എന്തായിട്ട് വന്നിരുന്നത്? ഫ്രാക്ചറായിട്ട് പേഷ്യൻ്റ് വന്നു. പ്ലാസ്റ്റർ ഫിറ്റഡ്, മാനേജ്മെൻറ്റായിട്ട് തന്നെ കൊടുത്തു, പ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ അടുക്ക കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയാണ്. ഈ ഓർഡറാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും ലെറ്ററിൽ മെഡിക്കൽ പ്രസൻറ്റേഷൻ്റെ കൂടെ പാസ്റ്റ് മെഡിക്കൽ എഴുതരുത്, അത് സോഷ്യലിൻ്റെ അകത്ത് പോകേണ്ട കാര്യമാണ്. അപ്പോൾ പാസ്റ്റ് ഇങ്ങനെ കേസ് നോട്ട് വരും കേട്ടോ, നമ്മളെ തെറ്റിക്കാനാണ്. നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട്. ഇനിയിപ്പോൾ ഈ മെഡിക്കൽ പ്രസൻറ്റേഷൻ ഫ്രാക്ചറായിട്ട് വന്നു എന്ന് പറഞ്ഞില്ല, അതിൻ്റെ മാനേജ്മെൻറ്റ് താഴെ എവിടെ പറഞ്ഞിരിക്കുന്നു അവിടെയാണ് കണ്ടിന്യൂറ്റി ആയിട്ട് എഴുതേണ്ടത്. സോ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ബൈലാറ്ററൽ ഇൻ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാക്ചർ ഫീമർ 2004 ഉണ്ടായിട്ടുണ്ട്. ടോൺസിലക്ടമി 1960 നടത്തിയിട്ടുണ്ട്. സോഷ്യൽ ഹിസ്റ്ററി: റിസൈഡ്സ് ഇൻ ഓൺ ഹോം എലോൺ, തന്നെയാണ് താമസിക്കുന്നത്. റെലവൻറ്റ് പോയിൻ്റാണ്. മേ ബി അതുകൊണ്ടായിരിക്കാമല്ലോ അദ്ദേഹത്തിനെ നമ്മളിപ്പോൾ എങ്ങോട്ട് മാറ്റുന്നത്? റീഹാബിൽ. വൈഫ് ഡൈഡ് 4 years ago. 4 independent children live in other states ആണ്. 8 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. റിലവൻ്റ് ആണ്. റിട്ടയർഡ് കാർപ്പൻ്റർ ആണ്. റിസീവ്സ് പെൻഷൻ ഫ്രം സൂപ്പർ ആനുവേഷൻ, പെൻഷനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് റെലവൻറ്റ് പോയിൻറ്റ്സ് ഒന്നും ഇല്ല. ഇനി ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്: പ്ലേസ് ബൗൾസ് 2 times വീക്ക്ലി, ആഴ്ചയിൽ 2 തവണ ബോൾസ് കളിക്കാറുണ്ട്. ഇൻവോൾവ്ഡ് ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി ക്ലബ്
enjoys outing with friends, gardening, enjoys reading and watching television. വേണമെങ്കിൽ നമുക്ക് സോഷ്യലിനകത്ത് എഴുതാവുന്നതേ ഉള്ളൂ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിന്. ADL അസിസ്റ്റ് ചെയ്യുന്ന ആളാണല്ലോ, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇനിയും തെറപ്പി. ഓക്കെ, അവിടെ കൊണ്ട് സോഷ്യൽ കഴിഞ്ഞു അല്ലേ. നോക്കിക്കേ, തെറപ്പി അണ്ടർ സർജൻസ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ഫ്രാക്ചറുമായിട്ട് പേഷ്യൻ്റ് വന്നില്ലേ, അതിൻ്റെ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അണ്ടർ സർജൻസ് റെക്കമെൻഡേഷൻ, പേഷ്യൻ്റ് നോട്ട് ടു മൊബിലൈസ് ലെഫ്റ്റ് ആം അണ്ടിൽ ലാസ്റ്റ് വീക്ക് വെൻ പ്ലാസ്റ്റർ റിമൂവ്ഡ്. സി, നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഡീറ്റെയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ സർജറി കഴിഞ്ഞു, സർജൻ്റെ റെക്കമെൻഡേഷനിൽ പേഷ്യൻ്റ് ഹാസ് നോട്ട് ടു മൊബിലൈസ് ലെഫ്റ്റ് ആം ആണ്, ലെഫ്റ്റ് ആം അനക്കരുത്. അണ്ടിൽ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്ക് വരെ. ഇപ്പോൾ 5 ആഴ്ചയായി പേഷ്യൻ്റ് അഡ്മിറ്റായിട്ട്. അതിൽ ആദ്യത്തെ 4 ആഴ്ച പേഷ്യൻറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്തിന്? ലെഫ്റ്റ് ആം മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലാസ്റ്ററും എന്തോ ചെയ്തു, റിമൂവ് ചെയ്തു. 4 ആഴ്ച കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം 5-ാമത്തെ ആഴ്ചയാണ്. 4-ാമത്തെ ആഴ്ച കൊണ്ട് പ്ലാസ്റ്ററും റിമൂവ് ചെയ്തു. കൈയുടെ മൊബിലിറ്റിക്ക് കൊടുത്തിരുന്ന റെസ്ട്രിക്ഷനും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനുശേഷം ഡെയിലി തെറപ്പി അപ്രോക്സിമേറ്റ്ലി 20 minutes ടു മൊബിലൈസ് ആം വിത്തിൻ പെയിൻ ലിമിറ്റ്സ്. അപ്പോൾ പെയിൻ ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്, പേഷ്യൻറ്റിന് പെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആം മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള തെറപ്പീസ് പേഷ്യൻറ്റിന് കൊടുത്തു. ഓവർ പാസ്റ്റ് വീക്ക്, അതായത് ഓവർ പാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ 4 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബാക്കി ആഴ്ചകളിൽ പേഷ്യൻ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഡെയിലി തെറപ്പി ചെയ്യുന്നു. പ്ലാസ്റ്റർ റിമൂവ് ചെയ്തല്ലോ, അതിനുശേഷമല്ലേ ഇനിയും ആ മൊബിലൈസേഷനുള്ള തെറപ്പി തുടങ്ങാൻ പറ്റുള്ളൂ. മോട്ടിവേറ്റഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് അഗെയിൻ, പേഷ്യൻറ്റിനെ എന്തോ ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യം മാനേജ്മെൻറ്റായിട്ട് ചെയ്തതാണ്, ഡൗട്ടൊന്നുമില്ല നമുക്ക്. ഇനി ഓക്കെ, നമുക്ക് വേണ്ട ഏരിയ ആണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൻ്റെ കുറച്ച് പ്രത്യേകതകൾ അസസ് ചെയ്ത് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനെ അറിയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഡിഫിക്കൽട്ടാണ്. പർട്ടിക്കുലർലി എന്തിനാണ്? ഇൻ മാനേജിങ് ബട്ടൺസ്. പ്രീവിയസ്ലി എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഇപ്പോൾ ബുദ്ധിമുട്ടുകളുള്ളത് എന്തുകൊണ്ടാണ്? ഈ ഫ്രാക്ചറ് അതിനെ തുടർന്നുള്ള സർജറിയെ കൊണ്ടാണ് എന്ന് അണ്ടർസ്റ്റുഡാണ്. ഇനി ഷവറിങ്ങിൽ മിനിമൽ അസിസ്റ്റൻസ് വിത്ത് ബാത്തിങ് ആൻഡ് ഡ്രൈയിങ്, അതിന് രണ്ടിനും എന്തോ വേണം? മിനിമൽ അസിസ്റ്റൻസ് വേണം. പ്രീവിയസ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഹാസ് ബാത്ത് ഓൺലി. നേരത്തെ ആൾ എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ബട്ട് നൗ മിനിമൽ അസിസ്റ്റൻസിൽ മാത്രമാണ് ഷവറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡ്രസ്സിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ കാര്യങ്ങളിൽ ഗ്രൂമിങ് അസിസ്റ്റൻസ് റിക്വയർഡ്. അപ്പോൾ കോമ്പിങ് ദ ഹെയറിനും ഷേവിങ്ങിനുമൊക്കെ എന്ത് വേണം? അസിസ്റ്റൻസ് പേഷ്യൻറ്റിന് ആവശ്യമുണ്ട്. അപ്പം പേഷ്യൻറ്റിന് അസിസ്റ്റൻസ് ബാത്തിങ്ങിനും ഡ്രൈയിങ്ങിനും കോമ്പിങ് ദ ഹെയറിനും ഷേവിങ്ങിനും വേണം. ഇനി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ യെറ്റ് ടു ബി അസസ്ഡ്. ഇതുവരെ എന്തോ ചെയ്തിട്ടില്ല, പേഷ്യൻറ്റിന് അസസ് ചെയ്തിട്ടില്ല. പ്രീവിയസ്ലി കുക്ക്ഡ് ഓൾ മീൽസ്. മേ ബി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ടാണ് കുക്കിങ്ങിൻ്റെ സ്കിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അസസ് ചെയ്തിട്ടില്ല. ഇനിയും ക്ലീനിങ് നോട്ട് അസസ്ഡ് ആണ്. പ്രീവിയസ്ലി റിസീവ്ഡ് ഹോം ഹെൽപ്പ് ഫോർ ഓൾ ക്ലീനിങ്. നേരത്തെ ആൾ ക്ലീനിങ് ചെയ്യുന്നതല്ല, ഹോം ഹെൽപ്പ് ഉണ്ടായിരുന്ന ആളാണ്. ഇനിയും ബാങ്കിങ് നോട്ട് അസസ്ഡ്, പ്രീവിയസ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു ബാങ്കിങ്ങിന്. ഷോപ്പിങ്ങിലും നോട്ട് അസസ്ഡ് ആണ്, നേരത്തെ എന്തായിരുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഡ്രൈവിങ്ങിൽ ഹാസ് ഡ്രൈവേഴ്സ് ലൈസൻസ്, പ്രീവിയസ്ലി ഡ്രോവ് മാനുവൽ ട്രാൻസ്മിഷൻ കാർ. നേരത്തെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? മാനുവൽ ട്രാൻസ്മിഷൻ, മാനുവലായിട്ടുള്ള കാറ് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു? ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ പേഷ്യൻറ്റിൻ്റെ കുക്കിങ്, ഷോപ്പിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണം. ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നമ്മൾ ആരെ അറിയിക്കണം? നമ്മുടെ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനെ അറിയിക്കണം. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് കേസ് നോട്ട്. അപ്പം നമുക്കിനിയും ഓരോന്നൊന്ന് പറഞ്ഞു നോക്കാം, സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഇവിടെ നിന്നും ക്ലിയർ ആണ്, ഡിസ്ചാർജ് ലെറ്ററാണ്.
ഫ്രണ്ടിലും പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് എന്താണ് നാളെ ഡിസ്ചാർജ് ആകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ലെറ്ററിനെ വേണമെങ്കിൽ ഡിസ്ചാർജ് ആയിട്ട് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാം, റെഫർ വെച്ച് എഴുതാം. ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് വിടുന്നത്, റെഫർ വെച്ച് എഴുതിയിട്ട് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ഹീ ഷെഡ്യൂൾഡ് ടു ബി ഡിസ്ചാർജ്ഡ് ടുമോറോ എന്ന് എഴുതാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫാക്റ്റ് ടു ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട്, എന്നാൽ ഇന്ന് ഡിസ്ചാർജ് ആകുവാണോ? അല്ല, നാളെയാണ്. അപ്പോൾ നമ്മൾ ഐ എം റൈറ്റിംഗ് ടു റെഫർ ഇന്ന പേഷ്യൻ്റ് എന്ന് എഴുതുന്നു. അതിന് ശേഷം അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ഡിസ്ചാർജ് എഴുതാം. ഓക്കെ, അപ്പം ഇതിലെന്താണ് ഇൻട്രൊഡക്ഷനിലോട്ട് പോകേണ്ടത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓക്കെ, റെഫറലായിട്ട് എഴുതാം. ഐ എം റൈറ്റിംഗ് ടു റെഫർ. എന്തായിരുന്നു നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേര്? ജാക്ക് സ്പെൻസർ. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ജാക്ക് സ്പെൻസർ ഹൂ റിക്വയേഴ്സ്. എന്താണ് ഹൂ റിക്വയേഴ്സ്? എന്താണ് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്? അപ്പോൾ നമുക്കറിയാം അസസ്മെൻറ്റ് കൊടുക്കും അല്ലേ? ഇപ്പോൾ ഡെയിലി ലിവിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് അസസ് ചെയ്യും. അപ്പോൾ ഹൂ റിക്വയർസ് ഫർദർ അസസ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻസ് എന്നുള്ള കാര്യം നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. അത് അസസ് ചെയ്യുന്നവരാണല്ലോ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്. ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞതുപോലെ ADLും ജോബും റിക്രിയേഷണൽ ആക്ടിവിറ്റീസും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അസസ് ചെയ്ത് സൊല്യൂഷനാണ് ആരിടേണ്ടത്? OTs, ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ഇടേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പർപ്പസ് വേർഡ് എന്താണ്? അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടാണ്. ഫർദർ അസസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് കണ്ടീഷനാണ്. കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് സർജറി കംപ്ലീറ്റഡ് ഓൺ ഒലേക്രോണിൻ പ്രോസസ്സ്. അവിടെ നമ്മൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സർജറി കഴിഞ്ഞു. സർജറിക്ക് എന്ന് വെച്ചാൽ സ്ക്രൂ ഇൻസേർഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഒലേക്രോണിൻ പ്രോസസ്സ് നമുക്കറിയാം 3-4 കോമൺ ആയിട്ടുള്ളതുള്ള അതിലൊന്ന് സ്ക്രൂ ഇൻസേർഷൻ ആണ് അല്ലേ? ഓറിഫ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുകളുള്ളത്. അപ്പം ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു കണ്ടീഷനോ ഒരു സർജറിയോ ആണെങ്കിൽ ആ സർജറിയെ നമുക്ക് എന്ത് ചെയ്യാം? ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനുള്ള ലെറ്ററിനകത്ത് എഴുതാം. ബിക്കോസ് അങ്ങനത്തെ ഒരു സർജറിക്ക് ശേഷം പേഷ്യൻറ്റിനുള്ള ബുദ്ധിമുട്ടുകൾ അസസ് ചെയ്യുന്നവരാണ് ആര്? ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ഈ സർജറിയെക്കുറിച്ചാണ്. ഓക്കെ, ഇനി ചോദ്യം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? ഹീ ഹാഡ് ഫ്രാക്ചർ ഓൺ ദ ലെഫ്റ്റ് ഹ്യൂമറസ് എന്ന് എഴുതാം. ഇല്ലെങ്കിൽ ഫ്രാക്ചർ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് അണ്ടർവെൻറ്റ് സർജറി എന്നെഴുതാം. മതി. ഓക്കെ, അല്ലെങ്കിൽ ഹീ ഈസ് റിക്കവറിങ് ആഫ്റ്റർ സർജറി ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഹീ ഈസ് റിക്കവറിങ് ആഫ്റ്റർ സ്ക്രൂ ഇൻസേർഷൻ സർജറി ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് എന്ന് എഴുതാം. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലതായിട്ട് ഇൻട്രോ എഴുതാൻ അറിയാവുന്നതായിരിക്കാം. അത് കമൻറ്റ് ചെയ്തോളൂ എന്താണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഇൻട്രോ എന്നുള്ളത്. അപ്പം ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അത് എഴുതിയതിന് ശേഷം ആൻഡ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഡിസ്ചാർജ്ഡ് ടുമോറോ എന്ന അഡീഷണൽ ഇൻഫർമേഷൻ എഴുതണം. ആൻഡ് ഈസ് ഷെഡ്യൂൾ, നാളെയാണ് പേഷ്യൻ്റ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സോ ഈസ് ഷെഡ്യൂൾഡ് ടു ബി ഡിസ്ചാർജ്ഡ് ടുമോറോ എന്നുള്ളത് വേണം. ഓക്കെ, ഇനി നമുക്ക് ബോഡി പാരഗ്രാഫ് എഴുതാം. അപ്പം ബോഡി പാരഗ്രാഫിനകത്ത് ഇതുണ്ട്, നമ്മുടെ മെഡിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 5 weeks ago ആണല്ലേ? അപ്പം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. സിൻസ് 5 weeks അല്ല സിൻസ് 5 weeks വരത്തില്ല, 5 weeks ago എന്ന് തന്നെ വേണം. മിസ്റ്റർ സ്പെൻസർ പ്രസൻറ്റഡ് ടു ദ കാഷ്വാലിറ്റി വിത്ത് എ ഫ്രാക്ചർ ഓൺ ദ ലെഫ്റ്റ് ഹ്യൂമറസ് ആൻഡ് ഒലേക്രോണിൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ അൾണെന്നൊന്നും നമ്മൾ എഴുതേണ്ട, അതും അദ്ദേഹത്തിന് അറിയത്തില്ല അല്ലേ? ഒലേക്രോണിൻ പ്രോസസ്സ് എന്ന് തന്നെ നമുക്ക് എഴുതാം, ബിക്കോസ് ഫ്രാക്ചർ ആണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുണ്ടല്ലോ. with a fracture on the left humerus and olecranon process following a fall at home, for which he underwent the surgery എന്ന് പറയാം. അല്ലെങ്കിൽ for which a screw was inserted എന്ന് എഴുതാം. and plaster was fitted.
എന്നെഴുതി. ഓക്കെ, സ്ക്രൂ ഇൻസേർട്ട് ചെയ്തു, അതിനുശേഷം എന്തോ ചെയ്തു, പ്ലാസ്റ്റർ ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആയി. ഇതിന് ശേഷം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പാസ്റ്റ് മെഡിക്കലും സോഷ്യൽ ഹിസ്റ്ററി ഒന്നും അതിൻ്റെ ഇടയ്ക്ക് എഴുതാൻ പറ്റുകയില്ല. പിന്നീട് നമ്മൾ എഴുതുന്നത് ഈ തെറപ്പി മുതലാണ്. അപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഹി വാസ് റെക്കമെൻഡഡ് നോട്ട് ടു മൊബിലൈസ് ഹിസ് ലെഫ്റ്റ് ആം അല്ലെങ്കിൽ ദ ലെഫ്റ്റ് ആം അൺടിൽ ലാസ്റ്റ് വീക്ക് വെൻ ദ പ്ലാസ്റ്റർ റിമൂവ്ഡ്. അങ്ങനെ തന്നെ എഴുതാം. അതായത് 4 ആഴ്ച മാത്രമാണ് പേഷ്യൻറ്റിൻ്റെ മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇപ്പം 5ാമത്തെ വീക്കും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. എന്താണ്, ഹി വാസ് റെക്കമെൻഡഡ് നോട്ട് ടു മൂവ് അല്ലെങ്കിൽ മൊബിലൈസ് ഹിസ് ലെഫ്റ്റ് ആം അൺടിൽ ലാസ്റ്റ് വീക്ക് വെൻ ദ പ്ലാസ്റ്റർ വാസ് റിമൂവ്ഡ്. ഓക്കെ, he commenced daily therapy approximately 20 minutes to mobilize the arm within pain limits over the past week. Okay, and he was motivated to be independent again. വെരി സിമ്പിൾ. പാസീവിലോട്ടാക്കി അവനെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 4ഓ 5ഓ സെൻറ്റൻസ് ആയിട്ടുണ്ട്. നമുക്കൊരു ബോഡി പാരഗ്രാഫായിട്ട് അവിടെ നിർത്താം. ഇനിയും ഡെയിലി ആക്ടിവിറ്റീസിലെ പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതകൾ അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്ത ഭാഗം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം കറൻ്റ്ലി ഹി ഹാസ് ഡിഫിക്കൽട്ടി ഇൻ ഡ്രസ്സിങ് എന്ന് പറയാം. അല്ലെങ്കിൽ കറൻ്റ്ലി ഹീ നീഡ്സ് അസിസ്റ്റൻസ് വിത്ത് ബാത്തിങ്, ഡ്രൈയിങ് ആൻഡ് ഡ്രസ്സിങ്, പർട്ടിക്കുലർലി ഇൻ മാനേജിങ് ദ ബട്ടൺസ്. ഇൻ മാനേജിങ് ബട്ടൺസ് എന്ന് നമുക്ക് പറയാം അല്ലേ. ബട്ടണൊക്കെ ഇടാനാണ് പേഷ്യൻറ്റ് ബുദ്ധിമുട്ടുള്ളത്. അപ്പം പേഷ്യൻറ്റ് ഹി നീഡ്സ് മിനിമൽ അസിസ്റ്റൻസ് വിത്ത് ബാത്തിങ്, ഡ്രൈയിങ് ആൻഡ് ഇൻ ഡ്രസ്സിങ്, പർട്ടിക്കുലർലി ഇൻ മാനേജിങ് ദ ബട്ടൺസ് എന്ന് പറയാം. പിന്നെ എന്താണ് പറയേണ്ടത്, ഹി നീഡ്സ് അസിസ്റ്റൻസ് വിത്ത് കോംപിങ് ദ ഹെയർ ആൻഡ് ഷേവിങ് എന്ന് പറയണം. പിന്നെ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേന് കുക്കിങ്ങും ക്ലീനിങ്ങും ബാങ്കിങ്ങും ഷോപ്പിങ്ങും ഒന്നും നമ്മൾ എന്തോ ചെയ്തിട്ടില്ല, ഇതുവരെ അസസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് എഴുതാം. എന്താണ്, ഹിസ് എബിലിറ്റി ടു കണ്ടിന്യൂ. അപ്പം നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയും എങ്ങനെയാണെന്നാണ് അറിയാത്തത്, അസസ് ചെയ്തിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹിസ് എബിലിറ്റി ടു കണ്ടിന്യൂ അല്ലേ. എന്തൊക്കെ കണ്ടിന്യൂ ചെയ്യാനാണ്? ഹിസ് എബിലിറ്റി ടു കണ്ടിന്യൂ വിത്ത് കുക്കിംഗ്, ഡ്രൈവിംഗ്, ബാങ്കിങ് ആൻഡ് ഷോപ്പിംഗ് ഹാസ് നോട്ട് ബീൻ അസസ്ഡ് യെറ്റ്. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അസസ് ചെയ്തിട്ടില്ല. ഹാസ് നോട്ട് ബീൻ അസസ്ഡ് എന്ന് എഴുതാം. അവർ 4ലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് തുടങ്ങിയത് കറൻ്റ്ലി ഹി നീഡ്സ് മിനിമൽ അസിസ്റ്റൻസ് വിത്ത് ബാത്തിങ്, ഡ്രൈയിങ് ആൻഡ് ഡ്രസ്സിങ്, എസ്പെഷ്യലി ഇൻ മാനേജിങ് ബട്ടൺസ് എന്ന് പറഞ്ഞു. ഹി റിക്വയർസ് അസിസ്റ്റൻസ് ഇൻ കോംബിങ് ദ ഹെയർ ആൻഡ് ഷേവിങ്. And his ability to continue with the cooking, cleaning, banking and shopping has not been yet assessed. ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹാസ് നോട്ട് പറഞ്ഞത്. 6 എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ചെയ്യുന്നില്ല എന്നായിപ്പം, സിമ്പിൾ പ്രസൻ്റ് ആയിപ്പോവും കേട്ടോ. ഹാസ് നോട്ട് യെറ്റ് ബീൻ അസസ്ഡ്. ഹവർ, എന്നിരുന്നാലും ഒരു കാര്യമുണ്ട്, ഹീ ഡ്രോവ് മാനുവൽ കാർ. ഹീ ഡ്രൈവ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ഹീ ഡ്രോവ് മാനുവൽ കാർ എന്നൊക്കെയാണെങ്കിലും പുള്ളിക്ക് മാനുവൽ കാർ എന്ത് ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതും എഴുതി. അപ്പോൾ ആ പാരഗ്രാഫും തീർന്നു. ഇനി നമുക്ക് എന്തോ എഴുതേണ്ടതായിട്ടുണ്ട്. എന്താണ് എഴുതേണ്ടത് അടുത്തതായിട്ട്? സോഷ്യൽ. അപ്പോൾ സോഷ്യലിൻ്റെ അകത്ത് മിസ്റ്റർ സ്പെൻസർ ലിവ്സ് അലോൺ ഇൻ ഹിസ് ഓൺ ഹോം എന്ന് പറയണം. പിന്നെന്താ എഴുതേണ്ടത്? ഹി ഹാസ് റുമോറ്റോയിഡ് ആർത്രൈറ്റിസ് ബൈലാറ്ററൽ ഇൻ ഹിസ് ഹാൻഡ്സ് എന്നുള്ളത് പറയണം. പിന്നെ ടോൺസിലെക്ടമിയുടെ കാര്യമൊന്നും പറയണ്ട, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഹോബീസ്, ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ബോൾസ് അല്ലേ. കൈ ഒടിഞ്ഞിരിക്കുകയല്ലേ ഇപ്പം. അപ്പം അങ്ങനെ
കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് പറയണല്ലോ. ഹീ ഈസ് ഇൻട്രസ്റ്റഡ് എന്നോ അല്ലെങ്കിൽ ഹീ പ്ലേസ് ബൗൾസ് 2 times weekly and he is involved in local community club, enjoying outings with friends, അല്ലെങ്കിൽ he enjoys outing with friends, gardening, radio and television എന്ന് എഴുതാം. ഇത്ര എഴുതിയാൽ മതി അല്ലേ. സോ നത്തിങ്. അപ്പോൾ ഒരു 200 words ആയിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് നമുക്കൊന്നും റെക്കമെൻഡേഷനായിട്ടൊന്നും തന്നിട്ടില്ല. ഈ അസസ്മെൻ്റ് ആണ്. അത് നമ്മളൊന്നും അസസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ് അണ്ടിൽ ഹിസ് റിക്കവറി എന്നോ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ഡ്യൂറിങ് ഹിസ് റീഹാബിലിറ്റേഷൻ്റെ സമയത്ത് ആളെ എന്ത് ചെയ്യുക എന്നുള്ളത് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയും. സോ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് പ്രൊവൈഡ് ഫർദർ അസിസ്റ്റൻസ് ഫോർ മിസ്റ്റർ സ്പെൻസർ ഡ്യൂറിങ് ഹിസ് റീഹാബിലിറ്റേഷൻ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ റെക്കമെൻഡേഷൻ അല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിന് എഴുതേണ്ട ലെറ്റർ. അപ്പോൾ പലർക്കും ഡൗട്ട് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന്. സോ ഐ റിപ്പീറ്റ്, ടു ആൻ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് നമ്മൾ എഴുതേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ADLൻ്റെ പേഷ്യൻറ്റിനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ആ പ്ലാൻ എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ADLൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഹോബീസ്, അത് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ബൗൾസിൻ്റെ കാര്യവും പിന്നെ ഔട്ടിങ്ങിന് ഇഷ്ടമാണെന്നുള്ളത്, അതൊക്കെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരെ അറിയിക്കണം? ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനെ അറിയിക്കണം. പിന്നെ വരുന്നത് എന്താണ്? ജോലി സംബന്ധമായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പം ജോലി റിട്ടയർഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ജോലി സംബന്ധിച്ചുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനിയും ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിനുള്ള ലെറ്റർ വന്നാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകില്ല എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്ത് ചെയ്യും? അതിന് റിപ്ലൈസ് തരാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തുടർന്നുള്ള ലൈവ് സെഷൻസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹോപ്പ് ടുഡേയ്സ് സെഷൻ ടേൺസ് ഫ്രൂട്ട്ഫുൾ വൺ ഫോർ യു. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു സോ മച്ച്. മീറ്റ് യു ഓൺ അനദർ ലൈവ്. മീറ്റ് യു വിത്ത് അനദർ ലൈവ്. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.